ഇന്ന് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു ഹെൽത്തി ഫുഡ്, അതായത് അധികം കറികളൊന്നും വേണ്ട, ഒരു അച്ചാറും ഒരു പപ്പടം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും. കുട്ടികൾക്ക് ഏറ്റവും നല്ലതാട്ടോ. കുറച്ച് നെയ്യൊക്കെ കൂടുതൽ ഒഴിച്ച് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അങ്ങനെയുള്ള ഒരു ഡെലീഷ്യസ് ഫുഡ്, അതായത് ഡാൽ കിച്ചടി. റൈസ് ഡാൽ കിച്ചടി എന്ന് പറയും കേട്ടോ. അതൊരു ഡാൽ കിച്ചടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ വെണ്ടയ്ക്ക അല്ലെങ്കിൽ കുക്കുംബർ ഇങ്ങനത്തെ കിച്ചടി അല്ല കേട്ടോ ഉദ്ദേശിക്കണേ. റൈസ്, അതായത് അരിയും പരിപ്പും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ചോറ്. അതാണ് അത്. നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് കിച്ചടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അതിന് പൊങ്കൽ പോലെ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ കുറച്ചും കൂടി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൂടുതലിട്ട് കുട്ടികൾക്ക് ഒന്നും കൂടി കുറച്ചൊരു പോഷകാഹാരം എന്നുള്ള രീതിയിൽ കൊടുത്തു വിടാൻ പറ്റും. സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാം. വീട്ടിൽ ചോറ് കൊടുത്തു തുടങ്ങി, അതായത് ചോറുണ്ട് തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ അതെന്താണെന്ന് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അപ്പോൾ ഇവിടെ ഡാൽ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കണത് പച്ചരിയും പിന്നെ ചെറുപരിപ്പും കേട്ടോ. രണ്ടും സെയിം അളവിൽ എടുക്കാം കേട്ടോ. ഞാൻ ബാസ്മതി റൈസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിപ്പോൾ എടുത്തേക്കണത് സാധാരണ ഊണ് പച്ചരിയാണ്. അപ്പോൾ പച്ചരിയും പിന്നെ ഡാളും കൂടി നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ചേർത്തു. 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു. പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഞാൻ കുതിർക്കാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 1-2 വിസിലിട്ടോ. നമ്മുടെ അരി നന്നായിട്ട് പച്ചരി ആയതുകൊണ്ട് എനിക്കിപ്പോൾ 2 വിസിലായാലും മതിയാവും. കുറച്ചും കൂടി വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ 2-3 വിസിലൊക്കെ വെച്ച് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറൊക്കെ വെച്ച് വേവിച്ച് കഴിഞ്ഞു. ഇനി പാനിൽ ഞാൻ നെയ്യ് ഒഴിച്ച് കടുക്, ജീരകം, വറ്റൽമുളകും കൂടി പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു ചെറിയ സവാള 2 എടുത്തു. പിന്നെ ഒരു ചെറിയ തക്കാളി 2 എടുത്തു. ഇതെല്ലാം കൂടി വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി കൂടുതൽ ബീൻസ്, ക്യാരറ്റ് അങ്ങനെ ഏത് പച്ചക്കറിയാണോ ഉള്ളത് അതൊക്കെ ഈ സമയത്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് എല്ലാം വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് ആ തക്കാളിക്ക് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് ഉപ്പ്, ഈ തക്കാളിക്കും സവാളയ്ക്കും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തു. പിന്നെ കുക്കറിൽ വിസിലൊക്കെ മാറി സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചോറും പരിപ്പും കൂടി ഉള്ളത്. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ നെയ്യ് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അന്നേരം ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ നോക്കി ശരിക്കും മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ, ലഞ്ചിന് കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. അപ്പോൾ റൈസ് ഡാൽ കിച്ചടി ഞാനപ്പോൾ ഇന്നുണ്ടാക്കി. ഇങ്ങനെയുണ്ട് നോക്കൂ കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാമേ.